ഈ അടുത്ത ദിവസം ഒരു പ്രമുഖ നടിയുടെ വിവാഹം കഴിഞ്ഞു. അതിൽ വന്നിട്ട് ആൾക്കാർ എഴുതിയേക്കാണ് പോങ്ങൻ ലോറിക്ക് അടവയ്ക്കാൻ പൊക്കൂടെ ഈ വിധ ചോദ്യങ്ങൾ. നിങ്ങളൊരാളെ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ അത്രയും സന്തോഷം കട്ട്. നീ ചെയ്തത് ആപ്പിളാണ്, നീ എറിഞ്ഞിട്ടുള്ളത് മോളിലേക്കാണ്. അത് കിട്ടും, നിറം തലയിൽ വന്ന് വീഴും. നീ ഒരാളൊരു തെറ്റ് കാണുമ്പോ ആ തെറ്റ് നിന്നിൽ വരാതിരിക്കാൻ നോക്കുക. അത് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കൂ. അതായത് ഇന്ന് മനുഷ്യന് ഏറ്റവും ഇഷ്ടം നല്ലത് കേൾക്കാനല്ല, ചീത്ത കേൾക്കാനാണ്. മനസ്സിലായ? ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അതാണ് ആൾക്കാർ. ഈ നെഗറ്റീവ് നമ്മളുടെ നാവിൽ നിന്ന് വന്നാൽ ഈ ബോഡിക്ക് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ എല്ലാ ആക്ടിവിറ്റിയിലും ഈ ഡാർക്ക്നെസ് കയറും. നമ്മൾ പോസിറ്റീവായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുള്ളൂ. നമ്മൾ മറ്റൊരാളുടെ ഹാപ്പിനെസ് കളയാനാണ് നോക്കണത്, പക്ഷെ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ഹാപ്പിനെസ്സാണ്. അവിടെ കൊടുത്തപ്പോൾ ഇവിടെ കിട്ടാൻ പണി. ഇപ്പം നമ്മൾ ഒരാൾ ദേഷ്യം വന്നു, അയാൾ അടിച്ചു എന്ന് വയ്ക്കുക, അയാൾക്ക് അപ്പം വേദന എടുക്കുള്ളൂ. പക്ഷേ അടിച്ച എനിക്കുണ്ടല്ല ജീവിതകാലം വേദന എന്താണെന്നറിയാം, എപ്പോൾ അവൻ്റെ അടി തിരിച്ചു വരാമെന്ന് ആലോചിച്ചിട്ട്. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നെഗറ്റീവ് ഒരു സംസാര രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉള്ള നെഗറ്റീവ്നെസ് അല്ല, പോസിറ്റീവ്നെസ് ആണ് മനുഷ്യൻ. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ആളുടെ കുറ്റം അപ്പുറത്ത് 10 ആൾ നിന്ന് പറയേണ്ടത് മനസ്സിലാവണില്ലേ? നമ്മൾ ഒരു നല്ല കാര്യമാണ് പരത്തേണ്ടത്. നമ്മൾ പരത്തണത് രണ്ട് കാര്യം പരത്തണം, ഒന്ന് ചപ്പാത്തി പിന്നെ നെഗറ്റീവ്. കാരണം ഒരു കാര്യമില്ലാത്ത കാര്യമാണ് നമുക്കിവിടെ നെഗറ്റീവ് എഴുതാനായിട്ട്. നമ്മുടെ കൈ എന്തെങ്കിലും ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വാടകയ്ക്ക് കൈ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എഴുതും. അതാണ് മലയാളം. എനിക്ക് തോന്നുന്നു കേരളത്തിലാണോ ഇങ്ങനെയുള്ള? ഞാനിപ്പോൾ 10-30 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരൊരിക്കലും അങ്ങനത്തെ ടോക്കില്ല. ഹൗ ആർ യു? യെസ് ഐ എം ഫ്രം ഇന്ത്യ. ഓ വെരി ഗ്രേറ്റ് കൺട്രി, വെരി വാം വെൽക്കം ടു അവർ കൺട്രി. ആദ്യം അതാ പറയാ. നമ്മുടെ നാട്ടില് പോളണ്ടിൽ നിന്നല്ലോ ഓരോ സാധനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കുറ്റം പറയാൻ വേണ്ടി. അതായത് ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, അറിയ പോലും ഇല്ല. അതായത് അത് കുട്ടികളിൽ പോലും ഇത് കയറി പിടിച്ചിരിക്കുകയാണ്. കുട്ടികളിപ്പോൾ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ്സാണ്. പണ്ട് കാലത്ത് പ്രേംനസീറിൻ്റെ സത്യൻ്റെ സിനിമകളിലൊന്നും നെഗറ്റീവ്സ് ഇല്ല, പോസിറ്റീവാണ്. സൗഹൃദത്തിൻ്റെ മഹിമ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ ഗ്രേറ്റ്നെസ്, അച്ഛനെ നോക്കുന്നത്, അമ്മയെ നോക്കുന്നത്, ഇതൊക്കെയാണ്. സുഹൃത്തിന് വേണ്ടി മരിക്കുന്നത്. ഇന്ന് സുഹൃത്തിനെ കൊല്ലണതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളായിരിക്കില്ല ഈ ലോകത്തെ ഏറ്റവും. നമ്മളൊരു ഒരു പാത്രം നിറച്ച അരി, അതിലൊരു ചെറിയൊരു കറുത്തരി, എന്ത് ചെയ്യാൻ പറ്റും? ആ അരി എടുത്ത് അങ്ങോട്ട് കളയാ, ബാക്കിയുള്ള കഞ്ഞി വെച്ച് കുടിക്കുക, അത്രേ ഉള്ളൂ. ആ കറുത്ത അരിമ നോക്കിയിട്ട് നീ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയോ? 100,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 10 നെഗറ്റീവ് കമന്റ് വന്നു കൊടുത്ത് നമ്മളൊന്നും പോകണ്ട, ബാക്കി 990. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ജെന്യുവനാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ആര് പറയണതും ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. പേരക്ക ഉണ്ടായിട്ടുണ്ട്, ഇതിനെ എന്തോരം പേര് കുറ്റം പറയും. പേര പറയും, നീ കുറ്റം പറഞ്ഞടാ, എനിക്ക് പേരക്ക ആൾക്കാർക്ക് കൊടുക്കാന്നുള്ളത്. ആ ടേസ്റ്റ് ഒന്നുമില്ല, വേണ്ട നിന്നോട് ആരാ തിന്നാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ മരം നിക്കണ പോലെ നിക്ക, ഏത് നിനക്ക് പറ്റാവുന്ന ഫ്രൂട്ട്സ് കൊടുക്കുക. അതിന്റെ കടയ്ക്ക് വന്നിട്ട് കുറെ ആൾക്കാർ ചീത്ത പറയും, ഓരോ മരം അതിന്റെ കൊമ്പ് അങ്ങോട്ട് പോയിട്ടില്ലേ നിന്റെ മേലെ. അപ്പൊ അതൊക്കെ ഉണ്ടാവും ഈ ലോകത്തിൽ. അങ്ങനെയാ, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിൽ. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ അടുത്ത ദിവസം ഒരു പ്രമുഖ നടിയുടെ വിവാഹം കഴിഞ്ഞു. അച്ഛൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ നെഗറ്റീവ് കമന്റ്സ് നോക്കാറില്ല, അതായത് വഴിക്ക് പോണ ആളാ. എന്നിട്ട് അതിൽ വന്നിട്ട് ആൾക്കാർ എഴുതിയേക്കാണ് പോങ്ങൻ ലോറിക്ക് അടവയ്ക്കാൻ പൊക്കൂടെ ഈ വിധ ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഈ നടനോ നടിയോ ഈ പറയുന്ന ജനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, മദർ തെരേസ ഈ ലോകത്ത് ജീവിച്ചു, നമ്മളെ ജീവിച്ചു പോയി. മദർ തെരേസ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. മദർ തെരേസ ഒന്നും പറഞ്ഞില്ലല്ലോ. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഈ തിന്മയ്ക്കെതിരെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്, നന്മ കൊണ്ടാണ്. നീ ഒരാളൊരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് നിന്നിൽ വരാതിരിക്കാൻ നോക്കുക, തെറ്റാണെങ്കിൽ. അല്ലാണ്ട് അവനെ പറഞ്ഞു നേരിയാക്കാൻ ഇല്ല. അല്ല, ഇനി തെറ്റല്ലാത്ത കാര്യങ്ങൾ പോലും തെറ്റായിട്ട് ചിത്രീകരിക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വേദന, ആ വേദന തിരിച്ച് വരുന്നുള്ളത് ആപ്പിള് തലയിൽ വീണ ആള് പറഞ്ഞിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ. എനിക്ക് അന്ന് വരാറില്ല. എന്താണ്? അതായത് നീ ചെയ്തത് ആപ്പിളാണ്, നീ എറിഞ്ഞിട്ടുള്ളത് മോളിലേക്കാണ്. അത് കിട്ടും, നിറം തലയിൽ വന്ന് വീഴും. അത്
നാച്ചുറൽ ലോ. അത് വരാതിരിക്കാനായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നുമില്ല, എറിയാണ്ടിരിക്കുക, പരമാവധി ദൈവത്തിന് വിളിച്ചൊക്കെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകാം. നാളെ നേരം വെളുക്കുമ്പോ ഞാനാണോ അച്ഛനാണോ ഈ വീഡിയോ ആണോ ആരെ എണിക്കാന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലത്തിൽ കൂടിയാണ് ഉള്ളത്. സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കൂ. നിങ്ങളൊരാളെ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ അത്രയും സന്തോഷം കട്ട്. അച്ഛൻ എപ്പോഴും അങ്ങനെ ചിരിച്ചിരിക്കണ കണ്ടിട്ടില്ല. ഞാൻ ആരെ കുറിച്ച് എവിടെ എന്താ അച്ഛോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എന്താ പറയാത്ത? പറയാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. ഞാനതിനെ കൂടി പറയാൻ നിൽക്കണേ. എനിക്ക് പറയാൻ വേറൊരു തലം. നിങ്ങൾക്ക് കുറെ സമയം ഉണ്ടെന്ന് പറഞ്ഞു തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ പിടിച്ചു നിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.